അമ്മമാർ ഷോർട്ട് ഫിലിം എടുത്തോ? അവന്മാരുടെ ഒരു ഷോർട്ട് ഫിലിം എന്ത് പേരായിരുന്നു? കണ്ടേക്കാം. ഇത് നമ്മുടെ പതിവ് കൂടിക്കാഴ്ച. വിഷയം സിനിമ തന്നെ. കിട്ടിപ്പോയി. സംഭവം കിട്ടി. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ കിടുക്കം. ഇങ്ങനെ മാത്രം പറയരുത്, നിരുത്സാഹപ്പെടുത്തരുത്. റെഡി? പറയട്ടെ. നമ്മുടെ കഥ തുടങ്ങാണോ? വളരെ അടിപൊളി ലവ് സ്റ്റോറിയാണ് വരുന്നത്. നമ്മുടെ നായിക സുന്ദരിയായിട്ടുള്ള ഒരു ഗ്രാമീണ നൈർമല്യമുള്ളൊരു നായികയാണ്. പുള്ളിക്കാരി ഒരു ഇടനാഴിയിലൂടെ മന്ദം നടന്നു വരും. അപ്പൊ നമ്മുടെ ചുള്ളനായിട്ടുള്ള നായകന്റെ മുഖം കണ്ടാലറിയാം എന്തോ ഒരു ടെൻഷനുണ്ട്. വളരെ കാലം കൊണ്ട് എന്തോ പറയാനായിട്ട് കുറച്ച് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ട് എന്തോ ഒരു കാര്യം പറയാനുള്ള ആ ഒരു ടെൻഷൻ നായകന്റെ മുഖത്ത് കാണാനുണ്ട്. ഇനി പറയാൻ പോകുന്ന മറ്റേ ഐ ലവ് യു എന്നല്ലേ? എന്തോ എന്തോ പറഞ്ഞാലും നമ്മൾ എപ്പോ പറഞ്ഞാലും ഈ ഒരു കഥ മാത്രമേ ഉള്ളൂ. അവൻ അവളെ പ്രേമിച്ചു, എവളെ കയറി പ്രേമിച്ചു, പോയി. സത്യം നിങ്ങളൊന്ന് വിട്ടായിരിക്കാം. കിസ്സിങ് ഉണ്ടോ? കിസ്സിങ് ഉണ്ടോ? കിസ്സുണ്ടോ? ഒരു കോൺസെപ്റ്റ്, ഒരു സൂപ്പർ ഹീറോ കോൺസെപ്റ്റ്. എന്തോ സൂപ്പർ ഹീറോ? എന്തോ കഥ പറയട്ടെ. നമ്മള് ഈ സ്പൈഡർമാൻ ബാറ്റ്മാൻ എന്നൊക്കെ കേട്ടില്ലേ? അതുപോലെ ഒരു സാധനം. കറുത്ത മനുഷ്യൻ. ഈ പുള്ളിയല്ലേ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മുടെ നാട്ടിലെ പേപ്പറിലൊക്കെ ഉള്ളത്. മറ്റേ അവളിയിലൊക്കെ പറയുന്ന പോലെ, യുഎസിലും അമേരിക്കയിലൊക്കെ പറയുന്ന പോലെ മറ്റേ നിക്കർ പാനന്റ് കൊടുത്തിട്ട് നടക്കുന്ന സൂപ്പർമാൻ, പിന്നെ വല വിരിച്ചിലൊക്കെ സ്പൈഡർമാൻ. ഇവന്മാരെ പോലെ നമ്മളെ നമ്മുടെ നാട്ടിൽ ആര് വരുന്നു? ഈ സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക്. കുറെ സൂപ്പർ ഹീറോസിനെ ഉണ്ടാക്കി, കുറെ അതിന്റെ പേരിൽ കുറെ ടോയ്സ് ഉണ്ടാക്കി, ഈ പിള്ളേരെ കൊണ്ട് ഇത് മുഴുവൻ മേടിപ്പിച്ച് എന്തിനു പോകും? നമ്മൾ ഈ സത്യം എന്ന് പറഞ്ഞ് കാണുന്ന പല സാധനവും അടുത്ത് ചെല്ലുമ്പോൾ വെറും ഒരു മരീചിക. എന്തായാലും ശരി, പറ കേൾക്കട്ടെ. എന്നെ പറഞ്ഞു മനസ്സിലാക്കും എന്നെനിക്കറിയില്ല. ഇത് എൻ്റെ കൊച്ചു കേരളം. മാധ്യമ വാർത്തകൾ കവിഞ്ഞൊഴുകുന്ന തെരുവ് വീതികൾ, അതിനിടയിൽ അവർക്ക് ലഭിച്ച പുതിയ സെൻസേഷൻ ബ്ലാക്ക് മാൻ. നമസ്കാരം. ഇന്നത്തെ മെയിൻ ന്യൂസ്, എവിടെ നോക്കിയാലും ബ്ലാക്ക് മാൻ. ഹരിത നായർ കേസ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് ന്യൂസ് ബ്ലാക്ക് മാൻ ആണ്. ബ്ലാക്ക് മാൻ ആരാണെന്നൊന്നും നമുക്കറിയത്തില്ല. സോ ലെറ്റ് us ask few people. മാർക്കറ്റിൽ പോയപ്പോൾ ആരും എൻ്റെ ബാഗ് അടിച്ചോണ്ട് പോയി. ഞാനാണെങ്കിൽ കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി, പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഒരു കോളിംഗ് ബെൽ അടിക്കണ കേട്ടു. അപ്പോൾ ഞാനാണെങ്കിൽ പുറത്തിറങ്ങി നോക്കി. അപ്പോൾ ആരെയും ശരിക്കും കണ്ടില്ല. ഒരു ബ്ലാക്ക് രൂപം പോണ കണ്ടു, പക്ഷെ എൻ്റെ ബാഗ് അവിടെ ഇരിക്കുന്നു. എനിക്ക് എൻ്റെ ബാഗിനെ കുറിച്ച് പറയാൻ എങ്ങനെ? ഹലോ, ബ്ലാക്ക് മാനെ കുറിച്ച് ഒന്ന് പറയും. ബ്ലാക്ക് മാൻ, ഞാൻ കണ്ടതാ. ശരിക്കും ഉണ്ടല്ലോ, മുഖത്ത് താടിയും അങ്ങനെ രോമങ്ങളൊക്കെ ഉള്ള ഒരാളാ. എനിക്ക് ഉറപ്പാ. ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച വള അത് അടിച്ചു മാറ്റാൻ തന്നെ വന്ന, എനിക്ക് ഉറപ്പാ. എനിക്ക് നല്ല വളയാണല്ലോ. എത്രയുണ്ട്? ഇത് 3 പോയിന്റ്. എവിടുന്നാണ്? നമ്മുടെ സ്വന്തം ആൾക്കാസ്. അടിപൊളി. ഫാഷനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ അത് നമുക്ക് നിർത്താം. അടുത്തത് ബ്ലാക്ക് മാനെ കുറിച്ചാ. ബ്ലാക്ക് മാൻ ഉണ്ടല്ലോ, ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ പറയുന്ന അയാൾക്ക് AIDS ആണെന്ന്.
ആഹാ കടിക്കും. ആ ചേച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ. ചേച്ചി കുറേ നേരമായി ഇവിടെ കിടന്ന് വരങ്ങാൻ തുടങ്ങിയിട്ട്. ഓക്കെ ചേച്ചി പറയും, ബ്ലാക്ക് മാനിനെ പറ്റി പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എന്താ ചേച്ചി? അറിയാവുന്ന എടുത്ത ഇങ്ങനെ ഇരിക്കും. ഇതാണ് ജേർണലിസം. ചിരിക്കണ്ട. നമ്മുടെ ചാനല് ബൈറ്റ് എടുക്കാൻ പോയിക്കുന്ന കുറെ മലയാളം അറിയാൻ മേത്ത പിള്ളേരുടെ. ഹിയർസ് ദ ഡീൽ വെങ്കി. നമുക്ക് വേണ്ട ഒരു കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് ആണ്. എ കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് റിസർച്ച് ഓൺ ബ്ലാക്ക് മാൻ. എന്തു പറയുന്നു? പീഡനവും പിടിച്ചുപറിയും കൊലയും കൊള്ളയും കഞ്ചാവ് വേട്ടയും മതതീവ്രവാദവും ഇപ്പോൾ ഇതാ പൊളിറ്റിക്കൽ പെമ്പിങ്ങും. ഇതൊന്നും പോരെ സാർ ഈ കൊച്ചു കേരളത്തിൽ കവിഞ്ഞൊഴുകുന്ന മാധ്യമങ്ങൾക്ക്. ഇനി മാധ്യമ സൃഷ്ടിയായ ഒരു ബ്ലാക്ക് മാനെ കൂടെ ഉണ്ടാക്കണോ? കൊച്ചു കേരളം. നിനക്ക് എക്സ്ക്ലൂസീവ് എന്താണെന്നറിയും? എക്സ്ക്ലൂസീവ് ജനറേറ്റ്സ് TRP and TRP generates money and money gives salary to both of us. ഇന്നലെ ഒരു ഹരിത നായർ, ഇന്നൊരു ബ്ലാക്ക് മാൻ, നാളെ മറ്റെങ്കിലും. ഹൈപ്പ് ജനറേറ്റ്സ് ന്യൂസ് മാൻ. ബട്ട് സാർ ഈ സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് യാതൊരു തെളിവുമില്ല. I don't care, Venki. I really don't care. ഈ ഷോ എൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അലുവ ഉണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പിടാൻ മറക്കരുത്. ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് ഡിസ്കഷനിലാണ്, പിന്നെ വിളിക്കാം. എന്താ കഥയിലടങ്ങിയാണ് അണ്ടിപ്പരിപ്പ്? എന്തോ ആ എന്തോ ആവട്ടെ. അപ്പൊ നിന്റെ ബോസ് നിനക്കിട്ട് പണി തന്നു അല്ലേ? കുടത്തിലെ ഭൂതം കരിമ്പൂതത്തിന് പണി കൊടുത്തു. അതാണ് സംഭവിച്ചത്. ആ കരിമ്പൂതത്തിനുള്ള അന്വേഷണമായിരുന്നു പിന്നീടുള്ള എൻ്റെ ദിനരാത്രങ്ങൾ. Black man is the new sensation. ബ്ലാക്ക് രൂപം പോണുണ്ട്, പക്ഷെ എന്റെ ബാഗ് പറയുന്ന AIDS ആണെന്ന്. ആഹാ കടിക്കും. I don't know black man, just leave me alone. Like a black man is the one. എൻ്റെ അവനിലേക്കുള്ള അന്വേഷണങ്ങൾ ഇങ്ങനെ അവസാനിക്കും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഹലോ വെങ്കി. എന്നെക്കുറിച്ച് അന്വേഷിച്ച് കുറച്ച് കഷ്ടപ്പെട്ടു അല്ലേ? വാട്ട്? മനസ്സിലായില്ല അല്ലേ? എന്തുവാടേ നിങ്ങളുടെ ബടായി മുഴുവൻ അടിച്ച് ഞങ്ങൾ ഏപ്രിൽ ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണോ? ഇതാണെന്നതിൻ്റെ പരിപാടി. അങ്ങനെ അതൊന്നും സംഭവിച്ചു. എല്ലാം കറുപ്പ്, കാണുന്നതെല്ലാം കറുപ്പ്. ഇപ്പൊ ഇത് ബ്ലാക്ക് മാൻ മാജിക്കോ ബ്ലാക്ക് ലേബൽ മാജിക്കോ? സ്റ്റോറി കൊള്ളാം, ആക്ഷൻ ഉണ്ട്, ത്രില്ലറാണ്. ലവ് ഉണ്ടോ? ബ്ലാക്ക് വുമൺ ഉണ്ടോ?
എന്തുവാ പറ്റിയേ? ഞാൻ എത്ര വട്ടം വിളിച്ചതാ സന്ദീപേട്ടൻ, എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ അവരോട് സംസാരിച്ചോണ്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഞാനും മോനുമായിട്ട് പാർക്കിൽ പോയി. കുറച്ച് സമയത്തേക്ക് മോനെ കാണാനില്ലായിരുന്നു. ആ റീനോ, എന്തുണ്ട്? അതിന്റെ കാര്യമൊന്നുമില്ല. പോയായിരുന്നോ? അതെയോ? ഹലോ. പേടിച്ചു പോയി കേട്ടോ. എവിടെ നിനക്ക് ഐസ്ക്രീം ഒക്കെ കിട്ടിയേ? എന്താ ഇത്? പരദൂഷണത്തിലുള്ള ശുഷ്കാന്തി കുട്ടിയെ നോക്കുന്നതിലും കാണിക്കുക. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അവൻ പലതും പറഞ്ഞായിരുന്നോ? ഇല്ല, മോൻ ബ്ലാക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബ്ലാക്ക്മാൻ നിങ്ങളാണോ അത്? യു ബ്ലഡി ഫ്രോഡ്! എന്റെ വീട്ടിൽ വന്ന് എന്നെ തന്നെ കെട്ടിയിരുന്നു. ഐ നോ എവറിത്തിങ് അബൌട്ട് യു. കറുത്ത ഉടുപ്പിട്ട് കണ്ടവനെ തട്ടിപ്പറിച്ച റോബിൻ ഹുഡ് ആവുന്നാണോ വിചാരം? ഐ വിൽ എക്സ്പോസ് യു. യു ഡോണ്ട് നോ അബൌട്ട് മീ. കുറെ സത്യവും മിഥ്യയും കുത്തി നിറച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി, ദ ബ്ലാക്ക് മാൻ അല്ലേ? ഐ നോ ഇറ്റ്. വാട്ട്? ഹൗ? We have people everywhere. We? അപ്പോൾ ഈ സംഭവങ്ങളുടെ എല്ലാം പുറകിൽ വെറും ഒരു വ്യക്തി മാത്രമല്ലേ? ഈ നഗരത്തിൽ നീറി ഒരുകുന്ന ജീവിതങ്ങൾ കാണുമ്പോൾ നിങ്ങളിലെ മനുഷ്യത്വം എങ്ങനെ പ്രതികരിക്കും? ഐ റൈറ്റ് അബൌട്ട് ഇറ്റ്. ഞങ്ങൾ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ അത് കൊണ്ടുവരും. ദാറ്റ്സ് മൈ പ്രൊഫഷൻ. You write about it, but we act on it. സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നവനും ട്വീറ്റ് ചെയ്യുന്നവനും ഒക്കെ പറയുന്നത് ഇത് തന്നെ. We write about it. മാധ്യമങ്ങളിൽ കാണുന്ന അക്രമങ്ങളുടെയൊക്കെ അർത്ഥം I don't understand. അതിൽ പലതും യാദർച്ഛികം, മറ്റു ചിലതെല്ലാം മാധ്യമ സങ്കല്പങ്ങൾ. അപ്പൊ സാമൂഹിക നവോത്ഥാനം മാത്രമാണ് താങ്കളുടെ ഉദ്ദേശം അല്ലേ? ഇത് ഞാൻ വിശ്വസിക്കണം? നിങ്ങളുടെ മനസ്സിലെ ചോദ്യം എന്തെന്ന് എനിക്കറിയാം. ഇതൊക്കെ ഞാൻ എന്തിനിവിടെ ഒന്ന് പറയണം എന്നല്ലേ? ഈ ആശയത്തിന്റെ നിഴലിലുള്ള കുറെ ആത്മാക്കളെ ഈ ലോകത്തിന് മുമ്പിൽ നിങ്ങൾ തുറന്നു കാട്ടിയാൽ that will be harder for us. ഞാനങ്ങനെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കും? നിങ്ങൾ ആരാധ പോലും എനിക്കറിയില്ല. How can I just trust you like that? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓയ് എണീക്ക്, നമുക്ക് ബാക്കി കഥ കൂടെ പറയാനുള്ളതാ. എണീക്ക്, ബ്ലാക്ക് മാന്റെ കഥ എന്തായി? വെങ്കി, ആ ബ്ലാക്ക് മാന്റെ കഥ കൊള്ളാം കേട്ടാ, കേട്ടിട്ട് സൂപ്പർ. നമുക്കതിനെ ഷോർട്ട് ഫിലിം ആക്കണം. നമുക്കിതില് രശ്മിയുടെ സീനോട് ആഡ് ചെയ്യണം. അടിപൊളിയായി. അല്ല, നമ്മളിതൊക്കെ പറഞ്ഞ് നാട്ടുകാർ വിശ്വസിക്കൂ? അവന്മാർ പറയില്ലേ കഥയും പിണ്ണാക്കൊന്നുമില്ല, ചുമ്മാ ഷോർട്ട് ഫിലിം പിടിക്കാൻ ഇറങ്ങിയേക്കാന്ന്. ബ്ലാക്ക് മാൻ? ഏത് ബ്ലാക്ക് മാൻ? ഇതെല്ലാം ഒരു തട്ടിപ്പില്ലടേ. ഇവരോട് ഞാൻ എന്തിനു സത്യം പറയണം? ബ്ലാക്ക് മാനെയും കൂട്ടരെയും വെട്ടിത്തുറന്നു വിളിക്കണം. ആ കറുത്ത വേഷത്തിനുള്ളിലെ വലിയ മനസ്സ് കാണുന്നതുകൊണ്ടാണല്ലോ സമൂഹത്തിലെ കുറച്ചു പേരെങ്കിലും സഹായിക്കാനെത്തുന്നു. മനസാക്ഷി മരവിച്ച ഈ സമൂഹത്തിൽ
മറിഞ്ഞിരുന്നാണെങ്കിലും മനുഷ്യരെ സഹായിക്കാനെത്തുന്ന ഇവരെ ഞാനെന്തിനു പ്രതിക്കൂട്ടിലാക്കണം? രാവിലെ എന്തോ മനുഷ്യ ഈ വേഷമൊക്കെ ഇട്ടോണ്ട് നിൽക്കുന്നേ? രാവിലെ ഇത് കക്കാൻ പോന്നോ? ഞാൻ വിചാരിക്കുമായിരുന്നടി ഒരു ബ്ലാക്ക് മാൻ ആയതാണ്. ബ്ലാക്ക് മാനോ? I made a short film. I made a short film in the form of a tenga cola. I put some manga toli, then put some tenga kota. ഇത് കാണുന്നവരാരും കാണേണ്ട, കേൾക്കാത്തവരാരും കേൾക്കേണ്ട. കാത്തിരുന്ന് കാണാം, കാത്തിരുന്ന് കാണാം അവന്മാരുടെ ഷോർട്ട് ഫിലിം, അവന്മാരുടെ ഷോർട്ട് ഫിലിം, അവന്മാരുടെ ഷോർട്ട് ഫിലിം. Yo, I made a short film in the form of a tenga cola. Then put some manga toli, then I put some tenga kota. ഇത് കാണുന്നവരാരും കാണേണ്ട, കേൾക്കാത്തവരാരും കേൾക്കേണ്ട. അവന്മാരുടെ ഷോർട്ട് ഫിലിം, അവന്മാരുടെ ഷോർട്ട് ഫിലിം. കാത്തിരുന്ന് കാണാം, കാത്തിരുന്ന് കാണാം അവന്മാരുടെ ഷോർട്ട് ഫിലിം, അവന്മാരുടെ ഷോർട്ട് ഫിലിം. അവന്മാരുടെ ഈ ഷോർട്ട് ഫിലിം കാണാം.